ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചീരകൃഷി വിളവെടുത്തതാണ്. ഈ കാണുന്നത് മൊത്തം നമ്മളിന്ന് വിളവെടുത്തതാണ്. അതായത് രണ്ട് കയ്യിലുള്ള അതേപോലെ ഈ ബക്കറ്റില്ലേ താഴത്ത് ഇത് ഫുള്ള് നമ്മളിന്ന് വിളവെടുത്താണ്. നമുക്കിന്ന് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓർഡറിനനുസരിച്ച് നമ്മളിന്ന് കുറച്ച് വിളവെടുത്തു. ചീരയാണ് വ്ളാത്താങ്കര ചീര. യൂട്യൂബിൽ തരംഗമായ ചീരയാണ്. ഈ ചീരന്റെ പേര് തിരുവനന്തപുരത്തെ ഒരു ഗ്രാമം തന്നെ അറിയപ്പെടുന്നത് വ്ളാത്താങ്കര ഗ്രാമം ഈ ചീരന്റെ പേരിലാണ് ഫേമസ് ആയിട്ടുള്ളത്. വിളവെടുപ്പ് നമ്മൾ എടുക്കേണ്ടത് 2 ഇല കയറ്റിയിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ഇങ്ങനെ ഓരോ ചീരൻ്റെയും അടിഭാഗം കട്ട് എടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോരുത്തർക്ക് മുറിച്ച് ഓരോ കണക്കനുസരിച്ച് ഓരോ പിടുത്തനുസരിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഒരു സൈസ് ഉണ്ടാണ്. ഇതന്നെ ഉണ്ട് ഏതാണ്ട് ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത്. ഇതുപോലത്തെ ഒരു 5-6 വെച്ചാൽ തന്നെ എന്തായി ഒരു കെട്ടായി. നമ്മളിതിന് ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. അതായത് ചാണകപ്പൊടി, അതുപോലെ നല്ല ഓർഗാനിക് സ്ലറികളാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കളർ തന്നെ നല്ല റെഡാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഈ ചീര. കുറഞ്ഞ സമയം മാറ്റി വെക്കണമെങ്കിൽ നമുക്കിന്ന് വിഷാംശമില്ലാത്ത ഇലക്കറികൾ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അടി കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇതിൽ വേസ്റ്റ് ഒന്നുമില്ല, ഒഴിവാക്കാനോ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു വളപ്രയോഗം കൂടി നമ്മൾ ചെയ്യും. അപ്പോൾ ഇതുപോലെ 10 ദിവസം കൊണ്ട് ഇതുപോലെ ഗ്രോത്ത് ആയി കിട്ടും. നമുക്ക് ഓർഡർ അനുസരിച്ചുള്ളത് മാത്രമേ നമ്മളിന്ന് കട്ട് ചെയ്തെടുക്കണുള്ളൂ. ബാക്കി നമ്മൾ അടുത്ത ദിവസം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഗ്രോ ബാഗിൽ 10 തൈ നട്ടാൽ തന്നെ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ മതി. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വളപ്രയോഗം കൂടി ചെയ്താൽ 10 ദിവസം കൊണ്ട് ഈ ചീര ഇതുപോലെ ഒന്നുകൂടി ഗ്രോത്ത് കിട്ടും. വ്ളാത്താങ്കര ചീര വിത്തിന് തിരുവനന്തപുരത്ത് 3500 രൂപയാണ് അവരെ 1 കിലോന് കൊടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കാൻ മറക്കണ്ട. അതുപോലെ കമൻറ്റ് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ. അതുപോലെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എത്രയും പെട്ടെന്ന് നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ.